അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ ഗ്രീൻ കെയർ ചാരിറ്റിയുടെ ഭാഗമായി ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ അതിൻ്റെ ഭാഗമായി ഇന്ന് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. بأجمل بسمة وأكون للخير العميم مثالا. എന്തുകൊണ്ടും മാതൃകാപരമായ ഒരു ഫുഡ് ഫെസ്റ്റ് ആണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സാമൂഹിക പ്രതിബദ്ധത വിദ്യാർത്ഥികളിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച ഒരു ഫുഡ് ഫെസ്റ്റിന്റെ ഈ അവസാന സമയത്ത് ഗ്രീൻ കെയർ ചാരിറ്റി കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് ഫുഡ് ഫെസ്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ എന്ത് പറയാനുണ്ട്, എന്ത് തോന്നുന്നു? വളരെ ചുരുങ്ങിയ ദിവസത്തിനകത്താണ് നമ്മൾ ഇങ്ങനെ ഒരു സംഗതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ആ ഒരു ഷോർട്ടേജ് ഒരിക്കലും എഫക്റ്റ് ചെയ്യാത്ത കോലത്തിൽ തന്നെ വിദ്യാർത്ഥികളും പാരൻസും പൂർവാധികം താല്പര്യത്തോടു കൂടി ഇതിനെ ഏറ്റെടുത്തു എന്നുള്ള നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നാട്ടിലുള്ളവരും വിദേശത്തുള്ള ആളുകളും ഒക്കെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഇതിനു വേണ്ടി സഹായിച്ചു. ഇപ്പോൾ തലേ ദിവസമൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പറേഷനൊക്കെ ആയിട്ട് വീട്ടിൽ എൻഗേജ്ഡ് ഉണ്ടാവുമല്ലോ. ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുവന്നു, അതിനൊരുപാട് പണം ചിലവായിട്ടുണ്ടാവും. അതിവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളരെ താല്പര്യത്തോട് വന്നു. അതിനു പുറമെ അവർ വീണ്ടും സാമ്പത്തികമായിട്ട് അവർ തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്ത ആളുകൾ തന്നെ വീണ്ടും നമുക്ക് കാശായിട്ടും സഹായിച്ചു എന്നുള്ളത് അവരുടെ ആ ഒരു സപ്പോർട്ടിൻ്റെ ഒരു ഇതാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രവുമല്ല, കുട്ടികളും തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിനൊരു വീട് എന്നുള്ളത് നമ്മൾ പറഞ്ഞപ്പോൾ കുട്ടികളത് ശരിക്കും ഏറ്റെടുത്തിരിക്കുകയാണ്. ഓരോ സാധനങ്ങളും വിറ്റയിക്കാൻ വേണ്ടി ആ കുഞ്ഞു മക്കൾ കാണിച്ച താല്പര്യം അല്ലാത്തൊരു യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കൊടുക്കേണ്ട ഇത്തരത്തിലുള്ള സംഗതികൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു മനുഷ്യത്വമുള്ള മക്കളെ വാർത്തെടുക്കാൻ പറ്റുമെന്നുമുള്ള തികഞ്ഞ ബോധ്യമാണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഏറ്റവും അവസാനമായി ഫുഡ് ഫെസ്റ്റ് അവസാനിച്ച് ക്യാഷ് എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പാരന്റ് ഓടി വരുന്നത്, കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എന്തിനാ കുറച്ച് ക്യാഷ് തരാനുണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞ ഒരു ബേജാറിലാണ് അദ്ദേഹം വരുന്നത്. ആ ഒരു നിമിഷം മുതൽ നമ്മൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റിനെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മൾ പാരന്റ്സ് എത്ര എടുത്ത് നമ്മൾ മനസ്സിലാക്കണം. ഫുഡ് ഫെസ്റ്റിന്റെ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് സബീർ സാറിന് ഈ സമയത്ത് എന്ത് പറയാനുണ്ട്? മാഷാ അല്ലാ, ആ ഒരു രംഗം വല്ലാത്തതാണ്. കാരണം നമ്മൾ പൈസ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പോയി തുടങ്ങി. അപ്പോഴാണ് ഒരു കുട്ടിയുടെ ഗ്രാൻഡ് പാരന്റ് ആണ് അദ്ദേഹം നമ്മൾ അന്വേഷിച്ചു വന്നു, എന്നിട്ട് ഒരു സംഖ്യ നമുക്ക് നൽകുകയാണ്. അത് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത്രയും പോയെടുത്തുനിന്ന് മടങ്ങി വരികയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സംരംഭത്തിൽ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും അതേപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആൻറ്റിമാരാണെങ്കിലും ബസ് ഡ്രൈവേഴ്സ് ആണെങ്കിലും അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഒരു ബസ് ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ തിരക്കിനിടയിൽ ഓടി വന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, സർ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട റെസിപ്റ്റ് ഒന്ന് തീർന്നു, രണ്ടാമത്തെ ഒരു റെസിപ്റ്റ് തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായും തരാൻ പറ്റുമോ, അത് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടികളാവട്ടെ അവരുടെ സമയങ്ങള് ഭക്ഷണം വാങ്ങി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് വിറ്റയിക്കാൻ വേണ്ടിയിട്ട് അവളെ ഏൽപ്പിക്കപ്പെട്ട സ്റ്റാള് എങ്ങനെ പൂർത്തിയാക്കാം എന്നുള്ള നല്ല രീതിയിലുള്ള ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് എന്ത് ചെയ്തത് അവർ ഈ ഇതിനെ കണ്ടിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ഒരു നന്മയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിന്റെ എത്രയോ അപ്പുറത്താണ് ആളുകളുടെ മാനസികാവസ്ഥ ഉള്ളത് നമുക്ക് ബോധ്യപ്പെടാം. അവിടെയാണ് ഗ്രീൻ വാലി സ്കൂൾ അതിന്റെ ദൗത്യം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുഡ് ഫെസ്റ്റുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ കുട്ടികൾ ഇങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുമ്പോൾ അതിനെ എന്താണ് മറ്റുള്ളതിൽ നിന്ന് വേർതിരിക്കുന്നത് എന്ന് ഷമീർ സാർ പറഞ്ഞാൽ. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ കുട്ടികൾ ഫുഡ് ഫെസ്റ്റ് പ്രഖ്യാപിച്ച മുതൽ വളരെ ഇൻട്രസ്റ്റിലാണ്, ആവേശത്തിലാണ്. ഫുഡ് ഒരുപാട് കഴിക്കുന്നുണ്ട്. കുട്ടികൾ ഹോട്ടലിൽ പോയാൽ ഒരുപാട് ഫുഡ് കിട്ടും. ഇവിടെയുള്ള ഇതിനേക്കാൾ ടേസ്റ്റിലൊക്കെ ഫുഡ് കിട്ടിയേക്കാം. പക്ഷെ ഇവിടെ വരുന്നതും കുട്ടികൾ ഫുഡ് ഉണ്ടാക്കിയതും കൊണ്ടുവന്നതും ആവേശത്തിൽ സെയിൽ ചെയ്തും ഒക്കെ ഒരു ചാരിറ്റി മൈൻഡാണ്. അപ്പോൾ കുട്ടികളുടെ മനസ്സിലൊരു കരുണ മനസ്സുണ്ട്. വെറുതെ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തി കുറെ പബ്ലിസിറ്റി, ഫോട്ടോസ് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്നതിലപ്പുറത്ത് അവരുടെ മനസ്സിൽ പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കുക, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നൊരു മനസ്സ് കുട്ടികളുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. മാഷാ അല്ലാ, ഫുഡ് ഫെസ്റ്റ് നമ്മൾ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു വലിയ എയിമിലേക്കുള്ള ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ എന്താണ് എന്നുള്ളത്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്, നമുക്ക് എത്ര സമയം കൊണ്ട് അത് തീർക്കാൻ കഴിയും നമ്മുടെ ആ ഒരു പദ്ധതി? ആ കുടുംബത്തിന് വീട് കയറണം. അതെ, 6 അംഗങ്ങളുള്ള ആ ഒരു കുടുംബത്തിന് ഏതാണ്ട് 600 സ്ക്വയർ ഫീറ്റ് വീട് പൂർത്തീകരിക്കാൻ ഈ ഒരു ഫുഡ് ഫെസ്റ്റ് എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് കവർ ചെയ്യപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനിയും സഹായിക്കാനുള്ള മനസ്സുള്ള സുമനസ്സുകളുടെ സഹായം നമുക്ക് വളരെ അത്യാവശ്യമാണ്.
അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ, ഈ കുരുന്നു മക്കളുടെ ഈ ഒരു സ്വപ്നം പൂർത്തീകരിക്കാനും സഹായിക്കണം, സഹകരിക്കണം, പ്രാർത്ഥിക്കണം എന്നാണ് പറയാനുള്ളത്. الرحمن جل جلاله وتقدست أسماؤه وتعالى وأكون للوطن الحبيب مشيدا أنمى إليه وأستفيض جلالا.